ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വീണ്ടും ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ്. അതിന്റെ പേരാണ് കോസ്മോപൊളിറ്റൻ. ഹലോ, വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക് ടു നോട്ട് ദ പോയിന്റ്. യെസ്. അപ്പം ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വീണ്ടും ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ്. അതിന്റെ പേരാണ് കോസ്മോപൊളിറ്റൻ. ഓക്കെ, അപ്പം പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സഹിച്ചതാ. ഓക്കെ, കോസ്മോപൊളിറ്റൻ. ഇത് ബേസിക്കലി നമ്മളൊരു വോഡ്ക ബേസ്ഡ് ഡ്രിങ്ക് ആണ്. എല്ലാവർക്കും അറിയാം. അപ്പം അത് നമുക്ക് ഒന്ന് ബേസിക്കലി വോഡ്ക, ട്രിപ്പിൾ സെക്, അതുപോലെ തന്നെ ക്രാൻബെറി ജ്യൂസ്, Cordial ലൈം ജ്യൂസ്, അതുപോലെ തന്നെ ഇപ്പം സാധാരണ അത്ര ചേർക്കാറുള്ളൂ. പക്ഷേ നമ്മളൊരു സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഒരു സ്ലൈറ്റ്ലി ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ. ട്രിപ്പിൾ സെക് എന്ന് പറയുന്നത് അറിയാൻ തോന്നുന്നു നിങ്ങൾക്ക്. അത് ഓറഞ്ച് ഫ്ലേവറാണ്. അപ്പോൾ അതിനല്പം കൂടെ നമ്മളത് കുറച്ച് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫ്ലേവർ ഇച്ചിരി നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ആൽക്കഹോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അല്പം ചേർത്തിട്ട് ഈ അല്പം ജ്യൂസും കൂടെ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ ടേസ്റ്റ് ഒരു മീഡിയത്തിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കിയാൽ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ, അതിൽ തന്നെ ഐസ് ഏത് കോക്ടെയിലും പോലെ തന്നെ നമ്മൾ ഷേക്കുള്ള ഐസ് പറയുന്നു. എന്നിട്ട് നമുക്ക് ഒരു 35 ml വോഡ്ക, സ്മർനോഫ്, നമ്മുടെ ആൽക്കഹോളുള്ള ഡ്രിങ്കാണ്. 15 ml ട്രിപ്പിൾ സെക്, അതുപോലെ തന്നെ ക്രാൻബെറി ജ്യൂസ്, ലൈം ജ്യൂസ്, അല്പം ലൈം Cordial, അങ്ങനെ ഒരു നമ്മൾ 5-10 ml ഓറഞ്ച് ജ്യൂസ് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി. ഓക്കെ, യു വാണ്ട് ടു ട്രൈ? ഓക്കെ, ഇതൊന്ന് ഞാൻ ഷേക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, okay, you can serve it the glass, please. Okay. കോസ്മോപൊളിറ്റൻ. ഗാർണിഷ് നമുക്കിതിൻ്റെ ലെമൺ പീലാണ് വേണ്ടത്. അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ലെമൺ ജസ്റ്റ് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്കിൻ മാത്രം പീൽ ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടി നമുക്കിതിങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്ലേവർ ഇങ്ങോട്ടാണ് എനിക്കുള്ളത്. ഓക്കെ, ഡ്രിങ്ക്സിനകത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗാർണിഷ് ആണോ ഇത്? അതെ, ഇതിന്റെ ഒരു സ്പെഷ്യൽ ഗാർണിഷ് ആണത്. ഓക്കെ ഓക്കെ, അതായത് ഇങ്ങനെ അടിപൊളി. അപ്പം കോസ്മോപൊളിറ്റൻ റെഡിയാണ്. കോസ്മോപൊളിറ്റൻ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഏത് ഡ്രിങ്ക് ആണെങ്കിലും ഇതുപോലെ ഒരു മിനിറ്റ് പോലും എടുക്കുന്നില്ല അത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കോക്ടെയിൽ കഴിക്കുമ്പം ആക്ച്വലി ഒരു ഗ്ലാസ്സിൽ നമ്മൾ ആൽക്കഹോൾ എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുടിക്കുമ്പം എടുക്കുന്ന ആൽക്കഹോളിനേക്കാളും ഒത്തിരി അളവ് കുറവാണ് നമ്മൾ കോക്ടെയിൽ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എൻജോയും ചെയ്യുന്നുണ്ട്, അത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നുണ്ട്, നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ അളവ് കുറവ്. അപ്പൊ അത് എന്തുകൊണ്ടും നല്ലതാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു ഡ്രിങ്ക്സ് കോമ്പിനേഷൻ ആണ് ക്രാൻബെറി ആൻഡ് വോഡ്ക കോമ്പിനേഷൻ. ഓക്കെ.
അപ്പോൾ നമുക്ക് നമ്മുടെ കോസ്മോപൊളിറ്റൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ സഹിച്ചട്ടാ. അപ്പം നമുക്ക് നമ്മുടെ ഈ ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി ഇതുപോലെ ഒരു ലെമൺ പീലൊക്കെ ഇട്ട് നമ്മൾ ഗസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ഒരു നമുക്ക് അവർ തരുന്ന ആ ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ആ ഒരു ഇതാണ്, ഒരു അംഗീകാരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതോടുകൂടി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോവാം. ഓക്കെ, താങ്ക് യു. നല്ല, ഞാൻ കുറച്ചുകൂടി കുടിക്കാൻ പോവാ. കോസ്മോപൊളിറ്റൻ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഒരു ചെറിയ ടിപ്പും കൂടി നിങ്ങൾക്ക് തരാൻ പോവാണ്. അപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ ഒരു ടിപ്പ് പറഞ്ഞായിരുന്നു. അപ്പം നമുക്കുണ്ടാകുന്ന ഹാങ് ഓവറിനെ കുറിച്ചാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത്. അപ്പം ഏജ്, ജെൻഡർ, അതുപോലെ തന്നെ എത്നിസിറ്റി. അപ്പം ഇതിന് നമുക്ക് ഹാങ് ഓവറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഏജിന് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. അപ്പം നമ്മൾ ഏജ്ഡ് ആവുന്നതോടുകൂടി നമ്മളുടെ ആൽക്കഹോൾ ടോളറൻസ് കുറയും. അതുപോലെ തന്നെ ഞാൻ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻഡർ ആൻഡ് എത്നിസിറ്റി. അപ്പം ഏഷ്യൻ വിമൻ അവർക്കാണ് കൂടുതൽ ആൽക്കഹോൾ ടോളറൻസ് എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണല്ലേ. അപ്പം നമ്മളുടെ ഞാൻ ഇവിടെ യൂറോപ്പിൽ ഒത്തിരി ലേഡീസ് കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലേഡീസ് അത്രയും അങ്ങോട്ട് ആൽക്കഹോൾ കുടിക്കാറില്ല. പക്ഷേ അവർക്കാണ് ഇത്ര കൂടുതൽ ആൽക്കഹോൾ ടോളറൻസ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാങ് ഓവർ. അപ്പം നമ്മൾ ഒത്തിരി വെയിലത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി എക്സസൈസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് ആൽക്കഹോളിൻ്റെ ആ ഇഫക്റ്റ് കിട്ടാൻ കൂടുതൽ ഒരു സാധ്യതയും കൂടി ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിലേക്കായിട്ട് വെക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സജിച്ചേട്ടാ, എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ.